ജവാൻ ഉൽപാദനം പുനരാരംഭിച്ചു. ഇടയ്ക്കിടെ അടച്ചിടുന്നത് ഗൗരവകരമെന്ന് എം. ലിജു. പുതിയ മദ്യനയം സർക്കാർ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം. ലിജു. വിൽപ്പനയ്ക്ക് ചട്ടഭേദഗതി കൊണ്ടുവന്നത് LDF ആണ്. UDFന്റെ മദ്യനയം അനുസരിച്ച് പ്രവർത്തിക്കേണ്ട ഉത്തരവാദിത്വമാണ് തനിക്കുള്ളതെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിൽ ലോ ആൽക്കഹോളിക് ബിവറേജസ് വേണമോ, ബാറുകൾ എപ്രകാരം പ്രവർത്തിക്കണം എന്നതിലൊക്കെ അന്തിമ തീരുമാനമെടുക്കേണ്ടത് UDFന്റെ കൂട്ടായ മദ്യനയമാണ്. ഈ വിഷയത്തിൽ തന്റെ വ്യക്തിപരമായ തീരുമാനങ്ങൾക്കോ ഇഷ്ടാനിഷ്ടങ്ങൾക്കോ യാതൊരു പ്രസക്തിയുമില്ലെന്നും മുന്നണി നയത്തിനനുസരിച്ച് മാത്രമേ താൻ പ്രവർത്തിക്കൂ എന്നും എം. ലിജു വ്യക്തമാക്കി. ജവാന്റെ ഉൽപാദനം ഇടയ്ക്കിടെ നിലയ്ക്കുന്നത് ഗൗരവമായി തന്നെ സർക്കാർ കാണുന്നുണ്ടെന്നും ഇതേക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. അടച്ചിടുന്നതിലൂടെ ഒരു ദിവസം ഏകദേശം 12,000-ഓളം കുപ്പിയുടെ ഉൽപാദനമാണ് നിലച്ചതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ലക്ഷങ്ങൾ വരുമാനം നൽകുന്ന സ്ഥാപനത്തെ നശിപ്പിക്കാൻ സമ്മതിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു ദിവസം ഏകദേശം 12,000-ഓളം കുപ്പിയുടെ ഉൽപാദനമാണ് നിലച്ചത്. വലിയ റവന്യൂ നഷ്ടമാണ് സർക്കാരിനുണ്ടായത്. അത് റിപ്പോർട്ട് ചെയ്യാത്ത സാഹചര്യത്തെക്കുറിച്ച് അന്വേഷിക്കാനും വരുമാന നഷ്ടത്തെക്കുറിച്ച് കണക്ക് കൂട്ടാനും ടാക്സ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് ഇതുവരെ ലഭിച്ചിട്ടില്ല. നിലവിൽ ജവാൻ ഉൽപാദനം പുനരാരംഭിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. ഒരു ദിവസം തന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനം സർക്കാരിന് തരേണ്ട ഒരു സ്ഥാപനത്തിന്റെ ഉൽപാദനം നിലച്ചത് ഗൗരവമായിട്ടാണ് സർക്കാർ കണക്ക് കൂട്ടുന്നത്. ഇതിനു മുമ്പ് ഏപ്രിൽ 1 മുതൽ 14 വരെ അടഞ്ഞുകിടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചും അന്വേഷിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നടക്കുന്ന അടച്ചിടലുകൾ ഇതൊക്കെ ആരെ സഹായിക്കാനാണ് എന്നതിനെക്കുറിച്ചും ഗൗരവകരമായി ആലോചിക്കുന്നുണ്ട്, മന്ത്രി പറഞ്ഞു. ബജറ്റിലെ നികുതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ധനകാര്യ വകുപ്പിന്റെ ഉത്തരവാദിത്വമാണ്. ധനകാര്യ വകുപ്പ് ഏർപ്പെടുത്തുന്ന നികുതി നിർദ്ദേശങ്ങളെക്കുറിച്ച് മറ്റു വകുപ്പുകളെ അറിയിക്കേണ്ട കാര്യമില്ല. ബജറ്റ് സീക്രസിയുടെ ഭാഗമാണിത്. എന്നാൽ വിൽപ്പന നടത്തണോ വേണ്ടയോ എന്ന കാര്യത്തിൽ നയപരമായ തീരുമാനമെടുക്കുന്നതിൽ എക്സൈസ് വകുപ്പിന് നിർണായക റോളുണ്ട്, എം. ലിജു കൂട്ടിച്ചേർത്തു.